ഹലോ ഗൈസ്. അപ്പം ഞങ്ങളെല്ലാവരും ഇന്നൊരു എൻഗേജ്മെൻറ്റിന് പോവുകയാണ്. പോസ്റ്റിങ്ങിന് പോയിട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരിടത്തൊരു പരിപാടി നടക്കുന്ന കണ്ട് അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിക്കാനൊരു മടി. അങ്ങനെ നേരെ ഞങ്ങൾ അങ്ങോട്ട് വിട്ട്. വിളിക്കാത്തടത്താണെങ്കിലും ഞങ്ങളുടെ ഗെറ്റപ്പിനൊരു കുറവുമില്ലായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ വിട്ട്. ആദ്യം അകത്ത് കയറാനൊരു മടിയായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങളൊരു ചേട്ടൻ വന്ന് വിളിച്ച് ഞങ്ങളകത്ത് പോയി ഫുഡ് കഴിക്കാനിരുന്നേ. കയറി ചെന്നപ്പോൾ തന്നെ എല്ലാവരും ഞങ്ങളെ ഇങ്ങനെ നോക്കൂ, ഇത് ചെക്കൻ്റെ ആളാണോ പെണ്ണിൻ്റെ ആൾക്കാരാണോ. ഞങ്ങളതൊന്നും മൈൻഡാക്കിയില്ല. ഇതാ ഇലയിട്ടു, പായസം വിളമ്പി, ഉപ്പ് വന്നു, അച്ചാർ, 3 സൈസ് തോരൻ, പിന്നെ പൈനാപ്പിൾ ബജ്ജി, മുളക് ബജ്ജി, പപ്പടം, പൂരി, പനീർ കറി, ഇതെല്ലാം ഇട്ടിട്ട് ആദ്യം ഒരു ട്രിപ്പ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗീ റൈസ്, പനീർ കറി, അതെല്ലാം അടിപൊളി ടേസ്റ്റായിരുന്നു ഗൈസ്. ഇത്രയും നാളായിട്ട് ഇതുപോലെ ടേസ്റ്റുള്ളൊരു വെജ് മീൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തതായിട്ട് വൈറ്റ് റൈസ് ആയിരുന്നേ. അങ്ങനെ വൈറ്റ് റൈസും സാമ്പാറും ആയിരുന്നേ. സാമ്പാറെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നേ. ആ പൈനാപ്പിൾ ബജ്ജിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് പൈനാപ്പിൾ ബജ്ജി കഴിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീം വന്നു, പഴം വന്നു. നേരെ ഞങ്ങൾ കഴുകാൻ പോയി. എല്ലാവരുടെയും വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു ഗൈസ്. എല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ഇനി ഹോസ്റ്റലിൽ പോയി ഒന്ന് ഉറങ്ങണം. അപ്പൊ ഗൈസ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ കാണാം. ബൈ.